പ്രേമലു എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം വീണ്ടും ഇതാ മറ്റൊരു ബ്ലോക്ക് ബസ്റ്റർ അടിക്കാൻ നസ്ലിൻ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് റിവ്യൂവിന്റെ പുതിയൊരു വീഡിയോയുടെ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന യുവതാരങ്ങൾ കേന്ദ്ര കഥാപാത്രം എടുത്തുന്ന ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയുടെ ആദ്യ ഷോയിനെ കുറിച്ചാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. യുവതാരങ്ങളിൽ ശ്രദ്ധേയനായിട്ടുള്ള നസ്ലിൻ, അതോടൊപ്പം തന്നെ രുക്മാൻ അമറൻ, ബേബി ജിയോൺ, ഗണപതി തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ടെത്തുന്ന ചിത്രമാണ് ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന സിനിമ. ചിത്രത്തിന്റെ ആദ്യ ഷോ കഴിയുമ്പോൾ വളരെ മികച്ച അഭിപ്രായങ്ങൾ തന്നെയാണ് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത്. അഡ്വാൻസ് ബുക്കിംഗിൽ തന്നെ ചിത്രം വലിയ തരംഗമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. തല്ലുമാല എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം കാരിത്ത് റഹ്മാൻ തന്നെ ഡയറക്ട് ചെയ്യുന്ന ചിത്രം എന്ന പ്രത്യേകത ആലപ്പുഴ ജിംഖാനയ്ക്ക് ഉണ്ടായിരുന്നു. അതൊക്കെയാണ് പ്രേക്ഷകർ ഈ ഒരു വിഷുക്കാലത്ത് ആലപ്പുഴ ജിംഖാനയുടെ പിള്ളേരെ ഏറ്റെടുക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് തിയേറ്ററിൽ കാണാൻ സാധിക്കുന്നത്. 2 മണിക്കൂർ 20 മിനിറ്റ് വരുന്ന ചിത്രത്തിന്റെ ദൈർഘ്യം. ഒരു സ്പോർട്സ് കോമഡി ഡ്രാമ വിഭാഗത്തിൽ കഥ പറഞ്ഞു പോകുന്ന ചിത്രം ആദ്യ ഭാഗത്തേക്കാൾ മികച്ച ഒരു സെക്കൻഡ് ഹാഫ് അണിയിച്ചൊരുക്കി പ്രേക്ഷകരെ ത്രില്ലടിപ്പിക്കാനും അതോടൊപ്പം തന്നെ പൊട്ടിച്ചിരിപ്പിക്കാനും അതോടൊപ്പം തന്നെ കൈയടിക്കാനും സാധിച്ചു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ആദ്യ ഷോയ്ക്ക് കേരളത്തിൽ ഏകദേശം 9 മണിക്ക് ശേഷം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയ ചിത്രത്തിന് വലിയൊരു ബുക്കിംഗ് ഉയരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രത്തിന് ആദ്യ ദിനം റെക്കോർഡ് കളക്ഷൻ സ്വന്തമാക്കുക, അതായത് മമ്മൂട്ടി ചിത്രം ബുസൂക്കിയെ തകർക്കാൻ സാധിക്കുമെന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പം നസ്ലിൻ കേന്ദ്ര കഥാപാത്രം എടുത്തിയ ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.